ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. കഴിഞ്ഞ എപ്പിസോഡിന്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ ഇന്ന് പറയുന്നത്. ആ വിശേഷങ്ങൾ കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാവേ. മഹേഷിന്റെ വീട്ടിലെ ഫംഗ്ഷന് വേണ്ടിയിട്ട് 1 ലക്ഷം രൂപ സച്ചി കൊടുക്കുക എന്നുള്ള കാര്യം പറഞ്ഞു. പക്ഷെ രേവതി അതിന് അനുവദിക്കില്ല എന്ന് പറഞ്ഞെങ്കിലും സച്ചി രേവതി അറിയാതെ ആ പണമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഫംഗ്ഷന്റെ അന്ന് രാവിലെ സച്ചി റെഡി ആയിട്ട് പോകുകയാണ്. ഇത് കണ്ട രവിയാണെന്നുണ്ടെങ്കിൽ സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് നീ ഒറ്റയ്ക്കാണോ പോകുന്നതെന്ന്. അല്ല അച്ഛാ, എന്റെ കൂടെ കാർത്തിക്കും അതുപോലെ തന്നെ കുറെ ഫ്രണ്ട്സിന്റെ പേരൊക്കെ പറയുന്നുണ്ട്. അതല്ല ഞാൻ ചോദിച്ചത്, നീ ഒറ്റയ്ക്കാണോ, രേവതിയെ കൂട്ടുന്നില്ലേ എന്നാണ്. ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ സച്ചിയുടെ മുഖഭാവം അങ്ങ് മാറുവാണ്. എന്താണ് നീ രേവതിയുടെ അടുത്ത് തനിയെ വരാൻ വേണ്ടി പറഞ്ഞു, നിനക്ക് അവളെ കൂട്ടിയിട്ട് പോയിക്കൂടെ? ഇല്ല അച്ഛാ, ഞാൻ തനിയാണ് പോകുന്നത്. അതെന്ത് എങ്ങനെയാടാ ശരിയാവുന്നത്? എടാ, ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്ത് ഭാര്യ ഭർത്താക്കന്മാര് ഒരുമിച്ചല്ലേ പോകേണ്ടത്? പിന്നെ നീ എന്തിനാടാ കല്യാണം കഴിച്ചതെന്ന് ചോദിക്കുമ്പോ എന്ത് കരുതിയിട്ട് അച്ഛാ ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് ആരെങ്കിലും കല്യാണം കഴിക്കോ? എടാ, ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്ത് ഭാര്യ ഭർത്താക്കന്മാര് ഒന്നിച്ചു പോകണം, ഇല്ലെങ്കിൽ അവിടെ ഉള്ള ആൾക്കാർ ചോദിക്കില്ലേ തനിയാണോ വന്നതെന്ന്. ഇനിയിപ്പോ നിനക്ക് ഫംഗ്ഷന് പോവാ എന്നുള്ള പേരും പറഞ്ഞിട്ട് പാർട്ടി ആഘോഷിക്കാൻ വേണ്ടി പോവാണോ? ഇല്ല അച്ഛാ, അങ്ങനെയൊന്നും ഇല്ല എന്ന് സച്ചി പറയുന്നുണ്ടെങ്കിലും നിന്നെ കുറിച്ച് എനിക്കറിയില്ലേടാ. എടാ, കല്യാണത്തിന് മുമ്പ് എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, എന്നാ ഇപ്പോ അങ്ങനെയല്ല. എന്തൊരു കാര്യത്തിന് പോകുന്ന സമയത്തും രണ്ടുപേരും ഒന്നിച്ചിട്ട് വേണം പോകാന്. രേവതിയും കൂട്ടിയിട്ട് നീ പോയാ മതി. ഇല്ല അച്ഛാ, അവൾക്ക് എന്തോന്നൊക്കെ പറയുന്നുണ്ട്. കാരണം രണ്ടുപേരും കൂടി ഇന്നലെ അടിയുണ്ടാക്കിയതാണല്ലോ. സച്ചിക്കാണെങ്കിൽ രേവതിയെ പാർട്ടിക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് ഒരു മടി പോലെയുണ്ട്, അതുകൊണ്ടാണ്. എന്നാൽ രേവതിയാണെന്നുണ്ടെങ്കിൽ തന്റെ കുടുംബത്തിന്റെ മാനം പോകരുതെന്ന് കരുതിയിട്ട് ഓൾറെഡി റെഡി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അച്ഛന് സംശയമൊന്നും തോന്നണ്ടെന്ന് കരുതിയിട്ട് രേവതിയാണെങ്കിൽ ചിരിച്ച മുഖത്തോട് വന്നിട്ട് സച്ചിയേട്ടൻ റെഡിയായോ, നമുക്ക് പോയാലോ എന്ന് ചോദിക്കണേ. ഓ രേവതി, നീ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നോ? അതെ അച്ഛാ എന്ന് രേവതി പറഞ്ഞു കേട്ട ഉടനെ തന്നെ, എന്താണ് സച്ചി, നിനക്ക് ഇത് നേരത്തെ പറഞ്ഞൂടായിരുന്നോ? ഞാൻ വെറുതെ നിനക്ക് അഡ്വൈസ് ഒക്കെ തരുമായിരുന്നു. അല്ല അച്ഛൻ, ഞാൻ അത് പറയാൻ വേണ്ടിട്ട് വരുമായിരുന്നു, പക്ഷെ അച്ഛൻ പറയാൻ വേണ്ടിട്ട് അനുവദിച്ചില്ലല്ലോ. ശരി ശരി, എന്തായാലും രണ്ടുപേരും സന്തോഷത്തോടു കൂടി പോയിട്ട് വാ. അച്ഛൻ, ഞങ്ങൾ ഫംഗ്ഷന് പോയിട്ട് വരാം. അച്ഛന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിക്കണമെന്ന് പറയുമ്പോ അതെല്ലാം ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ രണ്ടുപേരും പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവരെ യാത്ര അയക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ തന്നെ സച്ചി പറയുന്നുണ്ട്, എന്തായാലും ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ. എന്താ കാര്യം എന്ന് രേവതി ചോദിക്കുമ്പോ, അല്ല നീ മഹേഷിന് ക്യാഷ് കൊടുക്കേണ്ട കാര്യത്തെ കുറിച്ച് പറഞ്ഞ സമയത്ത് വേണ്ട എന്നല്ലേ പറഞ്ഞത്. പക്ഷെ ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ ഞാൻ എന്തിനു വേണ്ടിയിട്ടാ കൊടുത്തതെന്ന്. എന്റെ വശത്ത് ഇപ്പൊ ന്യായം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയത് കൊണ്ടല്ലേ നീ എന്റെ കൂടെ വന്നത്. എല്ലാത്തിനും നിങ്ങൾ സ്വന്തമായിട്ട് ഓരോ അർത്ഥം കണ്ടെത്തണ്ട. ഞാൻ അതിനു വേണ്ടിയിട്ടൊന്നും വന്നതല്ല. പിന്നെ നീ എന്തിനു വന്നതാ? നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് മഹേഷ് ചേട്ടന് നിങ്ങൾ 1 ലക്ഷം രൂപ കൊണ്ടു കൊടുത്തില്ലേ? ഞാൻ നമ്മുടെ കുടുംബത്തിന്റെ ഗൗരവം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കൂടെ വന്നത്. എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ ഞാൻ നിങ്ങളുടെ കൂടെ വന്നിട്ടില്ലെങ്കിൽ ഭാര്യ ഇല്ലാതെ നിങ്ങൾ തനിയെ പോകുന്നു എന്ന് പറഞ്ഞിട്ട് കുടുംബത്തിൽ നിങ്ങൾക്ക് അപമാനവും അതുപോലെ തന്നെ പോകുന്നിടത്തും. അതുകൊണ്ടാണ് ഞാൻ വരുന്നത്. അപ്പോഴും രേവതി, നീ തിരുത്താൻ വേണ്ടി തയ്യാറല്ല. തിരുത്താൻ വേണ്ടിയിട്ട് ഞാൻ അതിന് തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഓ, അപ്പൊ ഈ ഫംഗ്ഷന് പോകുന്ന സമയത്ത് കടന്നൽ കുത്തിയതുപോലെ മുഖം വീർപ്പിച്ചുകൊണ്ടാണോ വരാൻ വേണ്ടി പോകുന്നത്? പിന്നെ എങ്ങനെ വരണമെന്ന് രേവതി ചോദിക്കുമ്പോ, ഫംഗ്ഷന് പോകുന്ന സമയത്ത് കുറച്ച് ചിരിച്ച മുഖത്തോടു കൂടി വരണം. അതെ, എവിടെ ചിരിക്കണം ചിരിക്കേണ്ട എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. നീ ഇങ്ങനെ അടിയുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എന്നുള്ള കാര്യം സച്ചി വെക്കുമ്പോ, ഞാനെന്തിനാ അടിയുണ്ടാക്കുന്നത്? പറഞ്ഞിട്ട് വരുന്നത് മനസ്സിലാവുന്ന ആൾക്കാരുടെ അടുത്തല്ലേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ രേവതി, നീ വരുന്നത് നല്ലത് തന്നെയാണ്. ഞാൻ പണം കൊടുത്തത് കൊണ്ട് ഒരു കുടുംബം മൊത്തത്തിൽ സന്തോഷിക്കുന്നത് നിനക്കും കാണാം. അപ്പോ ഞാൻ കൊടുത്തത് എന്തിനാന്നുള്ള കാര്യം നിനക്ക് മനസ്സിലാവും. വാ എന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിയും കൂട്ടിയിട്ട് ആ ഫംഗ്ഷൻ നടക്കുന്ന അങ്ങോട്ടേക്ക് പോവുകയാണേ. ഫംഗ്ഷൻ നടക്കുന്ന അവിടെ എത്തിയിട്ടും രേവതിയുടെ മുഖം കടന്നൽ കുത്തിയത് പോലെ തന്നെ ആയതുകൊണ്ട് 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തുന്നുണ്ട്. ഇത് ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലമാണ്. നിന്റെ ദേഷ്യമൊക്കെ അങ്ങ് വീട്ടിൽ തന്നെ വെച്ചാൽ മതി. ഇവിടെ മഹേഷിന്റെയോ അതുപോലെ കുടുംബക്കാരുടെയോ ആരോടും ആ ദേഷ്യമുള്ള രീതിയിൽ മുഖത്ത് നോക്കാൻ വേണ്ടി പാടില്ല. നീ കാരണം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവാനും പാടില്ല. അല്ലെങ്കിൽ ഞാനാണോ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിട്ട് രേവതി റേസ് ആകുമ്പോഴേക്കും, ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് വേണ്ട എന്ന്. നിനക്ക് എന്ത് ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ വീട്ടിൽ ചെന്നിട്ട് എന്നോട് കാണിച്ചോ, ഞാനത് മേടിച്ചോളാം. എവിടെ എങ്ങനെ സംസാരിക്കണം എന്നുള്ള കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താണ്? കുറച്ച് ചിരിച്ച മുഖത്തോടു കൂടി വരണം. എന്താ ഇങ്ങനെ മതിയോന്ന് വെച്ചിട്ട് കുറച്ച് തന്നെ കാണിക്കുന്നുണ്ട്. ഇത്രയും വേണ്ട, കുറച്ചേക്ക് എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് നടന്നു പോവാണ്. സച്ചി രേവതി ചെല്ലുന്ന സമയത്ത് അവിടെ ഒരുപാട് ആൾക്കാർ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. മഹേഷിന്റെ ഭാര്യയാണെന്നുണ്ടെങ്കിൽ അവരെ കണ്ട ഉടനെ തന്നെ വേഗം അടുത്തേക്ക് വരുന്നുണ്ട്. സച്ചിക്ക് സുഖാണോന്നൊക്കെ അവര് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം രേവതിയെ പരിചയപ്പെടുത്തി കൊടുക്കുവാണ് സച്ചി. നിങ്ങളെ കുറിച്ചിട്ട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഫംഗ്ഷനൊക്കെ എങ്ങനെ പോകുന്നു എന്ന് സച്ചി അടുത്തതായിട്ട് ചോദിക്കുന്നുണ്ട്. ഫംഗ്ഷനൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. എല്ലാം സച്ചിയേട്ടൻ ഒരാൾ കാരണം മാത്രമാണ്. ഇത് നമ്മുടെ വീട്ടിലെ ഫംഗ്ഷൻ പോലെ തന്നെയല്ലേ? അത് നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷം തന്നെയാണ്. എവിടെ പോയി മഹേഷ്? അത് കേട്ട ഉടനെ അവരുടെ ഭാര്യ പറയുന്നുണ്ട്, നിങ്ങൾ തന്നെ പോയി നോക്കുക എന്ന്. രേവതി, നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം എന്ന് പറഞ്ഞിട്ട് വീടിന്റെ പുറകുവശത്ത് ഫംഗ്ഷൻ നടക്കുന്നതിന് കുറച്ച് അപ്പുറത്തായിട്ട് ചെന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അവിടെ ചെന്ന് നോക്കുമ്പോ മഹേഷും കൂട്ടരും എല്ലാവരും കൂടി ചേർന്ന് നിന്നിട്ട് മദ്യപിക്കാണേ. ഇത് എല്ലാവർക്കും മതിയാവോ എന്നൊക്കെ ചോദിക്കുമ്പോ, നിങ്ങൾ പറഞ്ഞാൽ മതി, നമുക്ക് എത്ര വേണമെങ്കിലും മേടിക്കാം എന്ന് കള്ളു കുടിച്ച് ബോധമില്ലാതെ മഹേഷ് ഇങ്ങനെ പറയുന്നുണ്ട്. സച്ചി ഇത് കാണുമ്പോഴേക്കും സച്ചിക്ക് വല്ലാത്തൊരു വിഷമം പോലെ ഉണ്ട്. സച്ചിയെ കണ്ട ഉടനെ തന്നെ മഹേഷ് ആണെന്നുണ്ടെങ്കിൽ, എടാ സച്ചി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ നിന്ന് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. എന്താടാ ഇതൊക്കെ എന്ന് സച്ചി ചോദിക്കുമ്പോ,
എടാ ബോട്ടിലിൽ ഇങ്ങനെ തനിയെ തനിയെ ഓരോ പെഗ് അടിക്കുന്നതിനേക്കാൾ നല്ലത് മൊത്തത്തിൽ ഞങ്ങൾ അങ്ങ് മിക്സ് ചെയ്തിട്ട് ഫുള്ള് അടിയാണ്. ഈ ശബ്ദമെല്ലാം കേട്ടിട്ട് രേവതിയും അതുപോലെ തന്നെ മഹേഷിന്റെ ഭാര്യയും കൂടി ചേർന്നിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എടാ സച്ചി വാടാ നമുക്ക് രണ്ടെണ്ണം അടിക്കാന്ന് പറയുമ്പോൾ വേണ്ടടാ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തല്ലേ അടിക്കേണ്ടത്. എടാ ഇത് ജ്യൂസ് അല്ല മദ്യമാണ്. നമ്മള് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ മാത്രമല്ലേ കുറച്ച് ആഘോഷമാക്കാൻ വേണ്ടി പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് ബോധമില്ലാതെ എന്തൊക്കെയോ വിളിച്ചു പറയാണേ. അതേസമയം രേവതി അവിടെ വന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് സച്ചിക്കാണെന്നുണ്ടെങ്കിൽ രേവതിയുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കാനല്ലാതെ പറ്റുന്നില്ല. സച്ചിയാണെന്നുണ്ടെങ്കിൽ വരുന്ന സമയത്ത് അവരുടെ സന്തോഷം കാണിച്ചു തരാ എന്ന് പറഞ്ഞിട്ടാണല്ലോ രേവതിയെ കൂട്ടിക്കൊണ്ടുവന്നത്. എന്നാൽ എല്ലാം കൂടി ഇവിടെ തലംകുത്തി മറിയുന്നത് കണ്ടു നിൽക്കുകയാണല്ലോ രേവതി. സച്ചിക്കാണെങ്കിൽ ആകെ എന്തോ പോലെ ആവുന്നുണ്ട്. സച്ചി എടാ വാടാ നീ നോക്കി നിൽക്കാതെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ ഇല്ലടാ വേണ്ട, ഞാൻ രേവതിയും കൂട്ടിയിട്ടാ വന്നത്, തിരിച്ച് വണ്ടി ഓടിച്ചു പോകണം, ഇപ്പൊ എന്തായാലും വേണ്ട. ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് വേറൊരു പാർട്ടി ഫംഗ്ഷൻ നടത്താം എന്ന് പറഞ്ഞ് വീണ്ടും ആ കുടിക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് മഹേഷ് പോയിട്ട് കുടിക്കുകയാണ്. അതിലുള്ള ഒരാൾ പറയുന്നുണ്ട്, എന്തായാലും മഹേഷേ നിന്റെ ഫംഗ്ഷൻ അടിപൊളിയായിട്ടുണ്ട്, ഞങ്ങളെല്ലാവരെയും മദ്യത്തിൽ നീ കുളിപ്പിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചപ്പാടും ബഹളും മൊത്തത്തില് ഭയങ്കര ആഘോഷമാണ്. ആ ആഘോഷമൊക്കെ കണ്ടിട്ട് സച്ചി അങ്ങ് പോകുമ്പോഴേക്കും കൂടെ ഷെഡിലുള്ള ഒരു ചേട്ടൻ പറയുന്നുണ്ട് കേട്ടോ, സച്ചി നീ കൊടുത്ത പണം മൊത്തം ഈ മദ്യം മേടിക്കാൻ വേണ്ടി തന്നെ ചെലവായി എന്നാ തോന്നുന്നത്. എന്താ സച്ചി നീ കുടിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോ വേണ്ടടാ എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് പോവാണ്. ഇത് കേട്ട് ദേഷ്യത്തോട് കൂടി രേവതി പോകുന്നുണ്ട്. മഹേഷിന്റെ ഭാര്യയാണെന്നുണ്ടെങ്കിൽ രേവതിക്ക് ദേഷ്യം പിടിച്ചെന്ന് മനസ്സിലായിട്ട് പുറകെ ചെല്ലുവാണേ. രേവതി ദേഷ്യം പിടിച്ച് നിൽക്കുന്നത് കാണുമ്പോഴേക്കും സച്ചിയാണെന്നുണ്ടെങ്കിൽ അരികിലേക്ക് ചെന്നിട്ട് ഫംഗ്ഷൻ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ, ശരി എന്തായാലും നമുക്ക് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിലും പറഞ്ഞാൽ എങ്ങനെ കേൾക്കുന്നത്, എല്ലാം കൂടി ഇവിടെ കൊണ്ടുപോയി വെച്ചിരിക്കാന്നൊക്കെ മഹേഷിന്റെ ഭാര്യ പറയുന്നുണ്ട്. വാ രേവതി നമുക്ക് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് സച്ചി വിളിക്കുകയാണ്. രേവതി പുറകെയൊക്കെ ചെല്ലുന്നുണ്ട്. മഹേഷിന്റെ ഭാര്യയാണെങ്കിൽ വേഗം ഓടിപ്പോയിട്ട് അവർക്ക് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്നൊക്കെ ഉണ്ട്. കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ട് അപ്പുറത്ത് നിന്നാണെന്നുണ്ടെങ്കിൽ 2-3 പേരും കൂടി ചേർന്നിട്ട് ഇത് എന്ത് ഭക്ഷണമാണ്, ഉപ്പുമില്ല എരിവില്ല പുളിയില്ല ഒന്നുമില്ല, ഇത് എവിടുന്ന് മേടിച്ചാന്നൊക്കെ ചോദിക്കുകയാണ്. ആരാ ഉണ്ടാക്കിയത്, ഇത് വലിയ കടയിൽ നിന്ന് തന്നെ മേടിച്ചതെന്ന് മഹേഷിന്റെ ഭാര്യ പറയുന്നുണ്ട്. ഇത്രയും വലിയ ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരാളെ വെച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അറിയില്ലേ? അങ്ങനെ ഈ ശബ്ദം കേട്ടുകൊണ്ട് കുടിച്ചുകൊണ്ടിരിക്കുന്ന മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. എടാ നിന്റെ അച്ഛന്റെ ഏട്ടന്റെ ഫംഗ്ഷൻ ഉണ്ടല്ലോ, എത്ര ഗംഭീരമായിട്ടാണ് നടത്തിയത്, അങ്ങനെയൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഇവന്റെ കയ്യിൽ പണം വേണ്ടേ? എടാ ഒരു ഫംഗ്ഷൻ ആവുന്ന സമയത്ത് ചെലവാക്കാൻ വേണ്ടിയിട്ട് അറിയില്ലേ, ഇതെന്തോ കടമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് പോലെയാണല്ലോ. ഇവിടെ എന്താണ് നിനക്ക് നിന്റെ അച്ഛനൊരു മര്യാദ നീ കൊടുക്കില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് റോങ് ആയിട്ട് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുവാണേ. കുറച്ച് ഭയങ്കരമായിട്ട് മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്നത് കാണുമ്പോൾ എന്റെ ഈ കഷ്ടത്തിൽ ഞാൻ ഇത്രയും നന്നായിട്ട് ചെയ്തില്ല, എന്നിട്ട് നിങ്ങൾ എന്നെ കുറ്റം പറയുകയാണെന്നൊക്കെ ചോദിച്ചിട്ട് മഹേഷ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ട് കരയുന്നുണ്ട്. നല്ലതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ നല്ലതെന്ന് തന്നെയല്ലേ പറയേണ്ടത്. നിന്റെ ഒരു ഭക്ഷണം എന്നൊക്കെ പറയുമ്പോഴേക്കും മഹേഷ് അയാളുടെ കോളറിൽ കയറി പിടിക്കും. രണ്ടുപേരും അങ്ങോട്ടും കൂടെ അടിയാവുന്നുണ്ട്. അത് കണ്ടിട്ട് സച്ചി അവിടെ നിന്ന് എഴുന്നേക്കുന്നുണ്ട്. പക്ഷെ രേവതിയാണെന്നുണ്ടെങ്കിൽ സച്ചിയോടിനോട് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ പിടിച്ചു നിർത്തുവാണേ. പിന്നെയും ഇങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയൊക്കെയാണ്. ഇത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ നമ്മുടെ സച്ചി ആണെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകുന്നുണ്ട്. രേവതി പിടിച്ചിട്ടൊന്നും നിൽക്കുന്നില്ല കേട്ടോ. പോയ ഉടനെ തന്നെ സച്ചി നല്ല രീതിയിൽ പിടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് മഹേഷിനെ ഒരാൾ അടിക്കുകയാണ്. ആ അടിക്കുന്നത് കാണുമ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വരികയും അടിച്ച ആളെ സച്ചി അടിക്കുകയാണ്. പിന്നീട് എല്ലാവരും കൂടി ചേർന്നിട്ട് സച്ചിക്ക് നേരെ തിരിയാണ് കേട്ടോ. എന്റെ ഏട്ടനെ ആരുടെ അടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയെ പിടിച്ച് വലിച്ച് പ്രശ്നക്കാരൻ സച്ചിയായ മട്ടായി. ഫംഗ്ഷന് വന്നിട്ടുണ്ടെങ്കിൽ തിന്നിട്ട് പോണോ, അല്ലാതെ ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടരുതെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി ചേർന്ന് സച്ചിയെ പിടിച്ച് അങ്ങ് തള്ളുന്നൊക്കെ ഉണ്ട്. തള്ളുന്നത് മാത്രമല്ല എല്ലാവരും കൂടി ചേർന്ന് സച്ചിയാണ് ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടയിൽ കൂടെ രേവതി വന്നിട്ട് സച്ചിയേട്ടൻ എന്ന് പറഞ്ഞ് വിളിച്ച് എഴുന്നേപ്പിക്കുന്നൊക്കെ ഉണ്ട്. സച്ചിയാണെന്നുണ്ടെങ്കിൽ ദേഷ്യം പിടിച്ച് വീണ്ടും അവരുടെ നേരേക്ക് ചെല്ലുമ്പോൾ നിങ്ങളടുത്ത് മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് ഒച്ചയിടുമ്പോൾ സച്ചി അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. മഹേഷ് ആണെന്നുണ്ടെങ്കിൽ കുടിച്ച് ബോധമില്ലാതെ എന്തൊക്കെയോ കളിക്കുന്നുണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ല. മഹേഷിന്റെ ഭാര്യയാണെന്നുണ്ടെങ്കിൽ സച്ചിക്ക് അരികിലേക്ക് വന്നിട്ട് സച്ചിയേട്ടന് കാരണമാണ് ഞങ്ങൾക്ക് ഈ ഫംഗ്ഷനൊക്കെ നടത്താൻ വേണ്ടി പറ്റിയത്. അവസാനം സച്ചിയേട്ടനെ തന്നെ എല്ലാവരും കൂടി ഇങ്ങനെയാക്കി. ഈ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഫംഗ്ഷൻ തന്നെ നടത്തുന്നത് എന്ന് മഹേഷിന്റെ ഭാര്യ അങ്ങ് തുറന്ന് പറയുമ്പോഴേക്കും സച്ചിയുടെ മുഖത്തേക്ക് നോക്കുകയാണ് കേട്ടോ രേവതി. അത് മാത്രമല്ല ഇത്രയും വലിയ ഫംഗ്ഷൻ വേണ്ട എന്നും അനാവശ്യ ചെലവ് വേണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ്. പക്ഷെ ഇയാൾ കേൾക്കണ്ടേ, ചെറിയ വിശേഷമല്ലേ, ചെറിയ രീതിയിൽ നടത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇവർക്ക് ഈ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫംഗ്ഷൻ നടത്തിയിരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടാണല്ലോ സച്ചിയുടെ പണം കൊടുത്തതെന്നൊക്കെ പറയാണ്. ഇതെല്ലാം രേവതിയുടെ മുമ്പെന്നാണല്ലോ പറയുന്നത്. സച്ചിക്ക് തല കുനിച്ച് നിൽക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെ. വാ സച്ചിയേട്ടാ നമുക്ക് പോയെന്ന് പറഞ്ഞ രേവതി സച്ചിയുടെ കൈ പിടിച്ചിട്ട് പോകുന്ന സമയത്ത് ഇത്തിരിയെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് പോയെന്ന് പറയുന്നുണ്ട്. വേണ്ട നിങ്ങൾ വന്നവരെ നോക്കുകയോ എന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിയും കൂട്ടിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ്. അവിടെയാണെന്നുണ്ടെങ്കിൽ അടിപിടി ഒന്നും ഒഴിവായിട്ടില്ല. മഹേഷിന് ഒരു പക്ഷത്ത് ആൾക്കാർ പിടിക്കുന്നുണ്ട്, മറ്റേ ആൾക്കാർ അടി ഉണ്ടാക്കുന്നുണ്ട്. ഫുള്ള് ജഗ പുകയാണ് അവിടെ. തിരിച്ച് വീട്ടിലെത്തിയതിനു ശേഷം രേവതി ചോറെടുത്ത് വെക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ നിന്നൊന്നും കഴിച്ചില്ലല്ലോ, കഴിക്കാൻ പറ്റിയ സിറ്റുവേഷൻ അല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സച്ചി അവിടെ ഇങ്ങനെ തലകുനിച്ച് നിൽക്കുവാണ്. ആഹാ രണ്ടുപേരും പോയിട്ട് പെട്ടെന്ന് തന്നെ വന്നു. അവിടെ ആളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര ആൾക്കൂട്ടായിരുന്നു. അത് മാത്രമല്ല സച്ചിയേട്ടൻ അവിടെ നല്ല രാജാവിന്റെ സ്വീകരണമാണ് കിട്ടിയിരിക്കുന്നത്.
മഹേഷേട്ടന്റെ സ്വന്തക്കാരും ബന്ധുക്കാരും ഒക്കെ സച്ചിയേട്ടനെ പ്രത്യേക പരിഗണന കൊടുത്തത്. അത് പിന്നെ രേവതി അങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. രണ്ടുപേരും നല്ല ക്ലോസ് ഫ്രണ്ട്സ് അല്ലേ ഇന്ന് രവി. അതെ അച്ഛ, അത് ശരിയാണ്. ഇന്നാണ് എനിക്ക് ആ സ്നേഹത്തിന്റെ കാര്യമായിട്ട് ഞാൻ നേരിട്ട് കണ്ടത്. എന്തായാലും എല്ലാവരും സച്ചിയേട്ടനെ കെട്ടിപ്പിടിച്ച് വാരി പുണർന്നു. ആഹാ, കൊള്ളാലോ. അല്ലെങ്കിലും സ്വന്തക്കാരും ബന്ധുക്കാരും ഒന്നും ഇങ്ങനെ പരിഗണന കൊടുക്കില്ല. സ്വന്തം സുഹൃത്തുക്കൾക്കായിരിക്കും കൂടുതൽ പരിഗണന. അതുമാത്രമല്ല മഹേഷും അതുപോലെ തന്നെ. സച്ചിയാണെന്നുണ്ടെങ്കിൽ ചെറുപ്പം മുതലേ ഒന്നിച്ച് ജനിച്ചു വളർന്നവരല്ലേ. അച്ഛനും കൂടി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചാനെ. അത്രയ്ക്കും വലിയ വരവേൽപ്പായിരുന്നു സച്ചിയേട്ടന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അറിഞ്ഞവരും അറിയാത്തവരും എല്ലാവരും വന്നിട്ട് സച്ചിയേട്ടന് പ്രത്യേക പരിഗണന കൊടുത്തു. രേവതി പറയുന്നതെല്ലാം കേട്ടിട്ട് സച്ചി ഇങ്ങനെ രേവതിയെ ഇങ്ങനെ നോക്കുവാണേ. പക്ഷെ തിരിച്ചൊന്നും പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. പക്ഷെ രേവതി പറയുന്നതെല്ലാം സത്യമാണെന്ന് വിചാരിച്ചിട്ട് കേൾക്കുമ്പോ തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് രേവതി. മുമ്പൊക്കെ നീ ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെ ചെന്ന നിന്റെ കാര്യം ആലോചിച്ചിട്ട് പേടിയാവുമായിരുന്നു. എന്നാ നിനക്ക് എന്തൊരു മര്യാദയാണ് ഇന്ന് കിട്ടിയത്. അതെ അച്ഛാ, ഭയങ്കര പരിഗണനയാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ഉത്തരവാദിത്തമൊക്കെ സച്ചേട്ടന് വന്നു. ശരിയേതാ തെറ്റേതാന്നുള്ള കാര്യമൊക്കെ നന്നായിട്ട് തിരിച്ചറിയാൻ വേണ്ടി പറ്റി. അല്ലെങ്കിൽ രേവതി അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. മുമ്പൊക്കെ അവൻ എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്യും. താന്തോന്നിത്തരമായിട്ട് ഓരോന്ന് കാര്യങ്ങള് ചെയ്തു വെച്ചതിന് ശേഷമേ ചിന്തിക്കുള്ളൂ. എന്നാ വെച്ചാ ഇപ്പൊ തനിയെ അങ്ങനെ സച്ചേട്ടന് ഒരു തീരുമാനം എടുക്കാറില്ല. എന്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞിട്ട് അത് കേട്ടിട്ടാണ് സച്ചേട്ടൻ നടക്കുന്നത്. ഇന്നും ആ ഒരു കാരണം കൊണ്ടാണ് സച്ചേട്ടന് അത്ര വലിയ ഗൗരവോടെ കിട്ടിയത്. എന്തായാലും കേൾക്കുമ്പോ തന്നെ നല്ലൊരു സുഖം തോന്നുന്നുണ്ട്. അല്ല സച്ചി, നീ എന്താ മിണ്ടാതിരിക്കുന്നത്? അതച്ചാ എത്രയായാലും ചെറിയൊരു നാണം ഉണ്ടാവുമല്ലോ. അത്രയും വലിയ പരിഗണനയല്ലേ സച്ചേട്ടൻ അവിടെ കിട്ടിയത്. ഓ, നിനക്ക് നാണമൊക്കെ ഉണ്ടോടാ? എന്തായാലും സാധാരണ അവനെ കുറിച്ച് പുകഴ്ത്തി പറയുന്നത് അവന് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. ഇനിയും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞ സന്തോഷം. അയ്യോ അച്ഛാ, ഇതുപോലത്തെ സംഭവങ്ങൾ ഇനി നടക്കുമെന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും ഇന്ന് നടന്നത് ഭയങ്കര ഗംഭീരമായിട്ടുള്ള പരിപാടി തന്നെയായിരുന്നു. നമ്മൾ നല്ലത് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലത് തന്നെ നടക്കും. ഞാൻ എന്തായാലും പുറത്തു പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് രവി അവിടുന്ന് പോവാണേ. രേവതി ഇത്രയൊക്കെ പറഞ്ഞിട്ട് രേവതിയുടെ അടുത്ത് ഒരു വാക്ക് പോലും പറയാതെ അവിടെ പോയി ഇങ്ങനെ ഇരിക്കുന്നുണ്ടേ. സച്ചേട്ടാ, ഞാന് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന്റെ സന്തോഷത്തിലല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എന്റെ മനസ്സിലും വിഷമം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഇതൊന്നും കേട്ട് സച്ചി അങ്ങോട്ട് താങ്ക്സ് അല്ലാതെ വേറെ ഒന്നും പറയുന്നില്ലേ. എന്തിനാ താങ്ക്സ് പറഞ്ഞത്? അച്ഛന്റെ അടുത്ത് കാര്യമൊന്നും പറയാതിരുന്നതിന്. എങ്ങനെ സച്ചേട്ടാ പറയുന്നത്? ഇവിടുന്ന് പോകുന്ന സമയത്ത് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതല്ലേ, ഈ കുടുംബത്തിന്റെ ഗൗരവം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ വന്നതെന്ന്. ഈ കാര്യങ്ങളൊക്കെ പുറത്തു പറഞ്ഞാൽ അത് എനിക്കും കൂടി അപമാനമുള്ള കാര്യമാണ്. അച്ഛന്റെ അടുത്ത് ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞാൽ അച്ഛന്റെ മനസ്സും വേദനിക്കില്ലേ? അങ്ങനെ പറയാൻ വേണ്ടി പറ്റിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ അവിടെ നടന്നത്. ഞാനും 2 റൗണ്ട് കുടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്റെ മേലെ കൈവച്ചവന്റെ കൈയെല്ലാം ഞാൻ ഉടച്ചേനെ. ഇപ്പോഴും സച്ചേട്ടൻ ഇങ്ങനെയാണോ ചിന്തിക്കാൻ വേണ്ടി പറ്റുന്നത്? കുടിച്ച് മണ്ണിലൊക്കെ ഉരുണ്ട് അവിടെ ഇങ്ങനെ കിടന്ന് എന്നെ നാണം കെടുത്തനായിരുന്നു. അതല്ലേ നിങ്ങളുടെ ലക്ഷ്യം? അവിടെ അങ്ങനെയൊക്കെ നടക്കുന്നുള്ള കാര്യം രേവതി എനിക്ക് എങ്ങനെ അറിയുന്നത്? അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം സച്ചേട്ടാ. നമ്മള് പണം കൊടുക്കുന്ന സമയത്ത് എന്തിനു വേണ്ടിയിട്ടാ പണം കൊടുക്കുന്നതെന്നുള്ള കാര്യം അറിഞ്ഞിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫംഗ്ഷൻ ആവുന്ന സമയത്ത് അവിടെ അങ്ങനെയൊക്കെ നടക്കും? അങ്ങനെ വല്ല ചട്ടമുണ്ടോ? ഒറ്റ ദിവസം കൊണ്ട് പണം മൊത്തം പോയി. പോരാത്തതിന് എല്ലാവരുടെ ശരീരവും. നിങ്ങൾ തന്നെ മഹേഷേട്ടന്റെ ഭാര്യ പറഞ്ഞത് കേട്ടില്ലേ? മകളുടെ ട്യൂഷൻ ഫീസ് കിട്ടുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ കയ്യിൽ കാശില്ല. എന്നാ നാട്ടിലുള്ള എല്ലാവർക്കും മദ്യം മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പണമുണ്ട്. അതെന്തുകൊണ്ടാണ് അവൻ എന്റെ അടുത്ത് പറയേണ്ടിരുന്നതെന്നുള്ള കാര്യം അറിയില്ല. അല്ലെങ്കിലും അതെങ്ങനെയാണ് പറയുന്നത്? പെണ്ണുങ്ങൾക്ക് എന്തിനാണ് പഠിപ്പ്? കല്യാണമായിട്ട് പോകാനല്ലേ പോകുന്നത്? അല്ലെങ്കിലും അവർക്ക് എങ്ങനെയാണ് അതൊക്കെ പറയാൻ വേണ്ടി തോന്നുന്നു? അവർക്ക് ഫംഗ്ഷൻ നടത്തിയിട്ട് വലിയ അഭിമാനമായിട്ട് നടക്കണം എന്നുള്ള കാര്യമല്ലേ പറഞ്ഞത്? എന്നിട്ടിപ്പോ അവിടെ എന്താണ് നടന്നത്? അതല്ലെങ്കിലും അവന്റെ തെറ്റല്ലല്ലോ. സ്വന്തക്കാർ അങ്ങനെ ആയതിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ ആളാവണം എന്നുള്ള കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കുള്ളൂ. കാശും പണവും ചെലവാക്കുന്നതിലല്ല മര്യാദ, നല്ല രീതിയിലുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലാണ് മര്യാദ. 4 പേര് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ കൈകൂപ്പി നമ്മളെ കുമ്പിടണം, അതാണ് മര്യാദ. അങ്ങനെയുള്ള മര്യാദ മതി നമുക്ക്. ഈ വലിയ വെട്ടിയും വാദമൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ കല്യാണ വീട് എന്ന് പറയുന്നത് എന്തോ കച്ചറ നടന്ന വീട് പോലെ ആയത്. അതിനെക്കുറിച്ച് നിങ്ങൾക്കും മനസ്സിലാവില്ല, അതുപോലെ തന്നെ മഹേഷേട്ടനും മനസ്സിലാവില്ല. മഹേഷേട്ടന്റെ മകളുടെ പഠിപ്പിന് വേണ്ടിയിട്ടാണ് ആ പണം കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യത്തിനാവായിരുന്നു. അവർക്കും അറിയില്ല എന്തിനാണ് പണം ചെലവാക്കേണ്ടത്, എന്തിനാണ് പണം ചെലവാക്കേണ്ടാത്തതെന്ന്. ഇനിയെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് ആലോചിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് അങ്ങ് പോവുകയാണേ. അത് കഴിഞ്ഞിട്ട് ആദ്യമാണ് കേട്ടോ കാണിക്കുന്നത്. ആദ്യ നാട്ടില് പിള്ളേരുടെ കൂടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രംഗം കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കുറച്ചു നേരം നവീന്. ആദ്യം നന്നായിട്ട് കളിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചു നേരം നോക്കുന്നതിന് ശേഷം അവന്റെ അരികിലേക്ക് ബോൾ വരുന്ന സമയത്ത് കയ്യിൽ പിടിക്കുന്നുണ്ട്. അങ്കിൾ ബോൾ തായെന്ന് പറയുന്നുണ്ട്. ബോളൊക്കെ തരാം, നീ നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലോടാ. അടുത്ത സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുമ്പോ എനിക്ക് ധോണിയാണ് ഇഷ്ടം. ആരെയായാലും എന്താണേടാ, നീ ക്രിക്കറ്റിൽ നന്നായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. അധികം വൈകാതെ വലിയൊരു താരമായിട്ട് മാറും. ആ സമയത്ത് നിനക്ക് എന്നെ പരിചയമുണ്ടെന്നുള്ള കാര്യം നീ പറയോടാന്ന് ചോദിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഞാനൊരു സെൽഫി എടുത്തോട്ടെ?
ഓ അതിനെന്താ അങ്കിൾ സെൽഫി എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ചേർന്നിട്ട് സെൽഫി എടുക്കുവാണ്. നമ്മുടെ സുധിയുടെ ഷോറൂമിൽ സുധി എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സുധി ഏർപ്പാടാക്കിയ സെക്യൂരിറ്റി ഉണ്ടല്ലോ, അവനവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആ ഭക്ഷണം കഴിക്കുന്ന കഴിപ്പ് കണ്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ശ്രുതി എന്താണ് നോക്കി നിൽക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതി അരികിലേക്ക് വരുമ്പോൾ ശ്രുതിക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവനാണെങ്കിൽ 20 മുട്ടയും അതുപോലെ തന്നെ ഒരു പടല പഴം ഇരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. 20 മുട്ട ഒറ്റയടിക്ക് തീർക്കുന്ന തോന്നുന്നത്, ഒരു മുട്ട മൊത്തത്തിൽ വായിലിട്ടിട്ടാണ് അവൻ കഴിക്കുന്നത്. ഒരു ദിവസം അവൻ 20 മുട്ട കഴിക്കുന്നുണ്ട്. ഒരു മാസം ഏകദേശം 500 മുട്ടയോളം കഴിക്കും. ഞാൻ പോലും എന്റെ സ്വന്തം കാശിൽ ഇത്രയും ഫുഡ് കഴിച്ചിട്ടില്ല ഇതുവരെ. ഈ കണ്ടീഷൻസ് എല്ലാം ഓക്കെ പറഞ്ഞിട്ടല്ലേ അവൻ ഇവിടെ പണിക്കെടുത്തത്. എനിക്കൊരു പ്രശ്നം വരരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവനെ ജോലിക്ക് എടുത്തത്. എന്നാൽ ഇവൻ എനിക്കൊരു പ്രശ്നം എന്നുള്ള കാര്യമാണ് തോന്നുന്നത്. എന്ത് ചെയ്യാനാണ് സുധി? നമ്മുടെ കടയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മോഷ്ടാക്കളൊക്കെ കയറി വരുന്നുണ്ടല്ലോ, അതുകൊണ്ടല്ലേ നമ്മൾ ഇവനെ നിർത്തിയത്. ശ്രുതി, ഒരു ഐഡിയ ചെയ്താലോ? ഇവൻ ഇത്രയും ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, ആ ഭക്ഷണം ഞാൻ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ പോലെ എനിക്ക് ആവാൻ വേണ്ടി പറ്റുമോ? എന്താ സുധി, നീ സെക്യൂരിറ്റി ജോലിക്ക് പോകാൻ വേണ്ടി പോവാണോ? ഇത് കേട്ട് സുധി പ്രത്യേകിച്ച് ഒന്നും വേണ്ടുന്നില്ല. അവൻ ഭക്ഷണം കഴിക്കുന്നത് നോക്കി നിൽക്കാതെ പോയിട്ട് ജോലി നോക്കാൻ വേണ്ടി നോക്കിയെന്ന് പറഞ്ഞ് സുധി അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതിയുടെ ഫോണിലേക്ക് നവീൻ വിളിക്കുകയല്ല, നവീൻ ശ്രുതിയുടെ ഫോണിലേക്ക് ആദ്യമായിട്ട് എടുത്തിരിക്കുന്ന ആ സെൽഫി ഉണ്ടല്ലോ, ആ ഫോട്ടോ അയച്ചു കൊടുക്കണം. ഫോട്ടോ കണ്ടിട്ട് ശ്രുതിയാണ് നവീനെ തിരിച്ചു വിളിക്കുന്നത്. ഫോൺ എടുത്ത ഉടനെ തന്നെ നവീൻ ചോദിക്കുന്നുണ്ട്, കല്യാണി, നിന്റെ മോൻ നിന്നെ പോലെ തന്നെയാണല്ലോ, നീ എവിടെയാണ് അവിടെ ഉള്ളത്? നിന്റെ നാട്ടില് നിന്റെ മകൻ നന്നായിട്ട് ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്നുണ്ടല്ലോ, അവൻ ഫോറൊക്കെ അടിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ, നീ എന്റെ മകനൊന്നും ചെയ്യരുത്. കുറച്ചുനാൾ ഞാനില്ലാത്തതുകൊണ്ട് നീ സമാധാനമായിട്ട് ഇരുന്നു അല്ലേ? ഞാൻ ഒരു കേസിന്റെ കാര്യത്തില് ജയിലിൽ പോയിട്ട് ഇപ്പൊ വന്നതേ ഉള്ളൂ. ഞാൻ ജയിലിലിരുന്ന സമയത്ത് നിന്റെ ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുകയായിരുന്നു. നിന്റെ ഭർത്താവിന് 2 ലെറ്റർ വന്നില്ലേ, അതെല്ലാം എന്റെ പണിയാണ്. ഇത് നോക്ക്, എന്റെ മകൻ എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, ചേച്ചേ അവൻ ചെറിയ പയ്യനല്ലേ, അവൻ ഞാൻ ഒന്നും ചെയ്യില്ല. പക്ഷെ നീ ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ടില്ലെങ്കിൽ അവനെ കൂട്ടി ഞാനിവിടെ അങ്ങ് പോകും. നിന്റെ അമ്മയ്ക്ക് ഇപ്പൊ ശരീരത്തിന് സുഖമില്ലാണ്ടിരിക്കുവല്ലേ, ഇതാണ് കറക്റ്റ് സമയം. ഞാൻ എന്തായാലും ഒരു ലൊക്കേഷൻ അയച്ചു തരാം, നീ അങ്ങോട്ടേക്ക് വരണം. അവിടെ വെച്ചിട്ട് എനിക്ക് എന്താ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുവാണേ. തുടർന്ന് സച്ചിയാണെന്നുണ്ടെങ്കിൽ കാർ ഷെഡിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ കൂടെയുള്ള എല്ലാവരും കൂടി ചേർന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, എവിടുന്നാണ് ആൾക്കാരെല്ലാരും കൂടി വന്നതെന്നുള്ള കാര്യം അറിയില്ല, നമ്മളൊക്കെ വെള്ളം അടിക്കുന്നതല്ലേ, എന്നിട്ട് നമ്മൾ എവിടെയെങ്കിലും ചെയ്തിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? പാവം മഹേഷിനാണ് ഇതെല്ലാം അപമാനമായിട്ട് മാറിയത്. അപ്പോഴേക്കും മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മഹേഷിനെ കണ്ട ഉടനെ തന്നെ കാറിന്റെ അരികിലേക്ക് ചെന്നിട്ട് ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട്, എടാ പ്രശ്നമൊക്കെ ശരിയായില്ലേ, ഇപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. അതിന് മറുപടി പറയാതെ നേരെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സച്ചിക്ക് അരികിലേക്ക് ചെല്ലുവാണ്. മഹേഷും ഭയങ്കര സങ്കടത്തിൽ തന്നെയാണുള്ളത്. സച്ചി, എനിക്ക് എന്താണ് പറയേണ്ടതെന്നുള്ള കാര്യം അറിയില്ല. നീ രേവതിയുമായിട്ട് അടിയുണ്ടാക്കിയിട്ടാണ് ആ പണം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. എന്നാ നിനക്ക് അങ്ങനെ ഒരു അപമാനം എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞോണ്ടിരിക്കും. സച്ചി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ ഇപ്പൊ കരയുന്നത്? അല്ല സച്ചി, എന്നോട് ക്ഷമിക്കണം, നീ തെറ്റാണ്, എല്ലാം എന്റെ തെറ്റാണ്. എന്റെ ബുദ്ധിയെ ഞാൻ ചെരുപ്പ് കൊണ്ട് അടിക്കണം. ഇല്ലട മഹേഷ്, അതൊന്നും സാരമില്ല, അതൊക്കെ പോട്ടെ എന്നൊക്കെ സച്ചി പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും മനസ്സിൽ പോലും വിചാരിച്ചില്ല നടക്കുമെന്ന്. ഞാൻ എന്റെ സ്വന്തക്കാരുടെ മുമ്പിൽ നല്ല പെരുമ കാണിക്കണമെന്ന് വിചാരിച്ചതാണ്. അവരാണ് വലുതെന്ന് വിചാരിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. എന്നാൽ അവര് തന്നെ എന്നെ ഇങ്ങനെ നാണം കെടുത്തിയില്ലേ? ഇങ്ങനെയൊന്നും നടക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലടാ. പക്ഷെ അന്ന് രേവതി വന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ? അവള് പറഞ്ഞ കാര്യം 100% ശരി തന്നെയാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യരുത്, അവരവർക്ക് വേണ്ടിയിട്ട് ജീവിക്കാനാണ് പറഞ്ഞത്. അന്ന് അതൊന്നും എന്റെ മണ്ടയിൽ കയറിയില്ല. അതെല്ലാം കറക്റ്റ് ആണ്. നമുക്കാണ് തെറ്റ് പറ്റിയത്. സ്വന്തക്കാരുടെ മുമ്പിൽ പെരുമ കാണിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ചെയ്തതായിരുന്നു. എന്നാൽ അവര് തന്നെ അത് ശരിയല്ല, ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് 100 കുറ്റങ്ങളാ പറഞ്ഞത്. അവരാണോടാ നമുക്കൊക്കെ സ്വന്തം എന്ന് പറയുന്നത്? എന്നാ അല്ല, എനിക്കൊരു കഷ്ടം എന്നുള്ള കാര്യം പറഞ്ഞത് കേട്ടപ്പോഴേക്കും നീ എനിക്ക് പണം തന്ന് സഹായിച്ചില്ലേ, ആ നീയാണടാ എനിക്ക് സ്വന്തം. എന്നാ നിനക്ക് അതിന്റെ മര്യാദ എനിക്ക് തിരിച്ചു തരാൻ വേണ്ടി പറ്റിയില്ല. സച്ചി, നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ നിന്റെ ദേഷ്യം എന്റെ മേലെ അടിച്ചു തീർത്തോ. അടിക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് കൈ പിടിച്ചിട്ട് മഹേഷ് തന്നെ കൈ കൊണ്ട് ഇങ്ങനെ അടിക്കുകയാണേ. അപ്പോഴേക്ക് സച്ചിയാണെന്നുണ്ടെങ്കിൽ കൈ വിടറ എന്ന് പറഞ്ഞിട്ട് അങ്ങ് കൈ എടുക്കുവാണ്. ഞാൻ എന്തിനാ മഹേഷ് നിന്നെ അടിക്കുന്നത്? അവന്മാര് ബോധമില്ലാതെ ഓരോ കാര്യങ്ങൾ ചെയ്തതാണ്, അതിൽ നിന്റെ ഒരു തെറ്റുമില്ല, നീ അത് വിട്ടേക്ക്. എടാ, എന്തായാലും ഇനി നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പാടില്ല. നമ്മളെ ചുറ്റിനും 1000 പേരുകൾ ഉണ്ടാകും, പക്ഷെ അവരൊന്നുമല്ല എനിക്ക് നീ ഒരാൾ മാത്രമാണ്. നീയാണ് എന്റെ ശരിയായ സുഹൃത്ത്. എനിക്ക് നീ മാത്രം മതിയെടാ. പിന്നെ സച്ചി, ഒരു കാര്യം കൂടിയുണ്ട്, ഒരിക്കലും നമ്മള് ഭാര്യമാരുടെ വാക്ക് ധിക്കരിച്ച് കളയാൻ വേണ്ടി പാടില്ല. എന്തിന് എന്റെ ഭാര്യ വരെ പറഞ്ഞതാണ് വേണ്ട, ഇത്ര ചെലവൊന്നും ആക്കണ്ട എന്നുള്ള കാര്യം. പക്ഷെ ഞാൻ അന്ന് അവളെ സംസാരിക്കാൻ പോലും വിടാതെ അവളെ വായടപ്പിക്കുന്ന രീതിയിൽ, നിനക്ക് എന്താടി അറിയുന്നത്, ഇതെല്ലാം എന്റെ ഗൗരവ കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ വായ ഞാൻ അന്ന് അടപ്പിച്ചു. എന്നാ ഇപ്പോ അവളുടെ വാക്ക് കേൾക്കാത്തതുകൊണ്ട് തന്നെ അവളുടെ മുമ്പിൽ എനിക്ക് തല കുരിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ്. അവൾ തന്നെ എന്റെ അടുത്ത് മിണ്ടുന്നില്ല. സച്ചി, ഒരു കാര്യം നിനക്കറിയോ, നിനക്ക് നല്ല ബുദ്ധിയുള്ളൊരു വൈഫിനെയാണ് കിട്ടിയിരിക്കുന്നത്. ഒരിക്കലും നീ അവളുമായിട്ട് അടിയുണ്ടാക്കാൻ വേണ്ടി പോകരുത്.
അത് കഴിഞ്ഞ് മഹേഷാണെങ്കിൽ കാറിൽ പോയിട്ട് ഒരു കവർ എടുത്തോണ്ട് വരുന്നുണ്ട്. അത് സച്ചിക്ക് നേരെ നീട്ടിയിട്ട് പറയുന്നുണ്ട്, ഫംഗ്ഷൻ നടത്തിയപ്പോൾ കിട്ടിയ പണമാണ് ഇത്, എത്ര ഉണ്ടെന്നുള്ള കാര്യമൊന്നും ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. നീ എണ്ണി നോക്കിയതിന് ശേഷം കുറവുണ്ടെന്നുണ്ടെങ്കിൽ നീ എന്റെ അടുത്ത് പറഞ്ഞാൽ മതി. നമുക്കിടയിൽ പണത്തിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ഇല്ലടാ ഇപ്പൊ വേണ്ട, ഞാൻ പിന്നെ മേടിച്ചോളാം എന്ന് സച്ചി പറയുന്നുണ്ടെങ്കിൽ, അന്ന് നീ പണം തന്ന സമയത്ത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പൊ നീ മേടിച്ചിട്ടില്ലെങ്കിൽ നിന്റെ അടുത്ത് ഞാൻ സംസാരിക്കില്ല. അങ്ങനെ സച്ചി മേടിക്കുന്നുണ്ട് കേട്ടോ പണം. തുടർന്ന് വീണ്ടും സച്ചിയുടെ അടുത്ത് മാവ് പറയുമ്പോൾ, നീ എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത്, അതെല്ലാം വിട്ടേക്ക്, ഇതൊക്കെ നടക്കണമെന്നുണ്ടാവും, അതൊക്കെ അതിന്റെ വഴിക്ക് പോകും. പിന്നെ വേറൊരു കാര്യം, നീ എന്താടാ നിന്റെ മകളുടെ ഫീസ് കെട്ടുന്നില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞത്, കല്യാണം കഴിച്ചിട്ട് പോകാനുള്ളതല്ലേ എന്നൊക്കെ. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, പെണ്ണെന്ന് പറയുന്ന ആളുടെ ആയുധം എന്ന് പറയുന്നത് എന്റെ പഠിപ്പാണ്. അവളെ നന്നായിട്ട് പഠിപ്പിക്കണം. നിനക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞാൽ മതി, മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ ശരിയെന്ന് പറയാണ് മഹേഷ്. ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പണവുമായിട്ട് നേരെ രേവതിക്ക് അരികിലേക്ക് ചെല്ലുവാണ്, വീട്ടിലേക്ക്. വന്ന ഉടനെ തന്നെ രേവതി ആണെന്നുണ്ടെങ്കിൽ ചായ എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും സച്ചി അതിനൊന്നും മറുപടി പറയാതെ ഇതാ എന്ന് പറഞ്ഞിട്ട് ആ കൈ കവർ നീട്ടുന്നുണ്ട്. ഇതെന്താണ് സച്ചിയേട്ടാ, കവറിനകത്തുള്ള പണം എല്ലാം കൂടി അവിടെ താഴെ ഇങ്ങനെ ഇടുന്നുണ്ട്. ഇതെന്താ, ഇത് ഫംഗ്ഷന് കിട്ടിയ പണമാണ്. ഇതില് എത്ര ഉണ്ടെന്നുള്ള കാര്യമൊന്നും മഹേഷിന് അറിയില്ല. പക്ഷെ അത് എണ്ണി നോക്കിയിട്ട് എത്രയാണ് ബാലൻസ് ഉള്ളതെന്ന് വെച്ചാൽ അതും തന്നു തീർക്കുക എന്നുള്ള കാര്യമാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ, പലിശയ്ക്ക് പണം കൊടുത്താൽ കൂടി ഇത്രയും പെട്ടെന്ന് പണം തിരികെ കിട്ടില്ല. എന്റെ ഫ്രണ്ട് കണ്ടില്ലേ, പിറ്റേ ദിവസം തന്നെ പണം തന്നത്. ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള സുഹൃത്ത് ബന്ധം. നീ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പണം നിന്നടുത്ത് ചോദിക്കാതെ എടുത്തോണ്ട് പോയത് കൊണ്ട് ഞാനും അതുപോലെ എന്റെ ഏട്ടനും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ള കാര്യം. ആ ഓടിപ്പോയ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് പണം എടുത്തിട്ട് ഇന്നേവരെ ഒരു കാശ് പോലും തിരികെ കൊടുത്തിട്ടില്ല. എന്നാൽ ഞാൻ അങ്ങനെയല്ല, അത് തിരികെ കൊണ്ടു തന്നു. അതാണ് സച്ചി. ഇപ്പൊ സച്ചിയേട്ടൻ എന്തിനാ ഇത്രയും ടെൻഷൻ ആവുന്നത്? നീ എന്നെ ആരുടെ കൂടെ ചേർത്ത് സംസാരിച്ചു കഴിഞ്ഞാലും എനിക്കൊരു പ്രശ്നമല്ല, ഞാൻ അതൊരു വലിയ കാര്യമായിട്ട് എടുക്കില്ല. എന്നാ എന്റെ അച്ഛനെ ചതിച്ചിട്ട് അന്ന് ഓടിപ്പോയവനുണ്ടല്ലോ, അവനെ കൂടെ ചേർത്തും കണ്ട് സംസാരിച്ച എനിക്കത് ഒട്ടും സഹിക്കാൻ വേണ്ടി പറ്റില്ല. ഒരിക്കലും ഞാൻ അവനെ പോലെ ആവുകയുമില്ല. ശരി, അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാൻ സച്ചേട്ടൻ പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ട് അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷെ പണം കുറച്ചായിട്ട് നമുക്ക് തിരിച്ചു തന്നാ പോരായിരുന്നു. എന്തായാലും ഈ പണമൊക്കെ അവര് തിരികെ കൊടുക്കേണ്ടതല്ലേ, അതൊക്കെ അവൻ നോക്കിക്കോളും. ഇത് കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവന് തിരികെ കൊടുക്കണം. ഇനി എത്രയാണ് കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണീട്ട് നീ പറഞ്ഞാൽ മതി, അത് ഞാൻ തിരികെ മേടിച്ചു തരാം എന്ന് പറഞ്ഞ് സച്ചി അവിടുന്ന് പോവാണ്. പോകുന്ന സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാനൊരിക്കലും പണത്തിനോടുള്ള ആഗ്രഹം കൊണ്ടല്ല സച്ചിയേട്ടാ ഇങ്ങനെ കൊടുക്കരുത് എന്നുള്ള കാര്യമൊന്നും പറഞ്ഞത്. മുകളില് റൂം കെട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ മര്യാദ എന്താണെന്നുള്ള കാര്യം സച്ചേട്ടന് തന്നെ അറിയാലോ. പിന്നെ സച്ചേട്ടാ, ഞാൻ പൂ കൊടുക്കാൻ വേണ്ടി പോയ സമയത്ത് അന്ന് ആ മേസ്ത്രിയെ കണ്ടിട്ടുണ്ടായിരുന്നു. എപ്പോഴാണ് പണം റെഡിയായോ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചു. ഞങ്ങൾ പണം റെഡി ആയിക്കൊണ്ടിരിക്കുക എന്നുള്ള കാര്യം പറഞ്ഞു. നീ എന്തായാലും പറഞ്ഞല്ലോ, ഉടനെ തന്നെ റെഡിയാക്കാം എന്ന് പറഞ്ഞ് സച്ചി അങ്ങ് പോകുന്നുണ്ട്. കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്ത് വർക്ക് ചെയ്യുന്ന ഹോട്ടലാണ്. ശ്രീകാന്ത് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓണറും അതുപോലെ വൈഫും അവരുടെ മകളും കൂടി ചേർന്നിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വന്ന ഉടനെ തന്നെ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുവാണ് ഓണർ. ഇനി മകളാണ് ഈ ഹോട്ടൽ നടത്താൻ വേണ്ടി പോകുന്നത്. അവള് US പോയിട്ട് ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ പഠിച്ചിട്ട് വന്നതാണെന്ന് പറയാണ്. വന്ന ഉടനെ തന്നെ ഇതിന്റെ ആവശ്യമുണ്ടോ എന്നാണ് വൈഫ് ചോദിക്കുന്നത്. കുറച്ചുനാൾ കഴിഞ്ഞിട്ട് ടേക്ക് ഓവർ ചെയ്താൽ പോരെന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് എന്താ എന്റെ മേലെ കോൺഫിഡൻസ് ഇല്ല എന്നൊക്കെ നീതു ചോദിക്കുന്നുണ്ടോ തിരിച്ച്. അതുകൊണ്ടൊന്നുമല്ല. അപ്പോഴേക്കും നീതുവിന്റെ ഡാഡ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അവളുടെ മേലെ കോൺഫിഡൻസ് ഉണ്ട്. എന്തായാലും ഞങ്ങൾക്ക് ഒരു ഫംഗ്ഷന് പോകാനുണ്ട്. ശ്രീകാന്തിന്റെ അടുത്ത് അവിടെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കൊടുക്കാനും അതുപോലെ കാണിച്ചു കൊടുക്കാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അച്ഛനും അമ്മയും പോവാണ്. നീതു മാത്രമാണ് കേട്ടോ ഹോട്ടലിലുള്ളത്. നീതു വന്ന ഉടനെ തന്നെ മെനു കാർഡൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനകത്തൊക്കെ എടുത്ത് കൊടുക്കുന്ന സമയത്ത് മാഡം എന്ന് പറഞ്ഞിട്ടാണ് ശ്രീകാന്ത് വിളിക്കുന്നത്. ഫോർമലായിട്ട് അങ്ങനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് കോൾ മീ നീതു എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൈ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് വർഷ കയറി വരുന്നത്. വർഷയെ കണ്ട ഉടനെ തന്നെ നീതുവിന്റെ അടുത്ത് ഒരു ജസ്റ്റ് 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് മാറി നിൽക്കുന്നുണ്ട്. എന്നിട്ട് വർഷയുടെ അടുത്താണെന്നുണ്ടെങ്കിൽ പുതിയ ഞങ്ങളുടെ ഓണറിന്റെ ഡോക്ടർ വന്നിട്ടുണ്ട്, അവർക്ക് ഇവിടെയൊക്കെ ഫുള്ള് ചുറ്റി കാണിച്ചു കൊടുക്കണം എന്ന് പറയണേ. ഇതെന്താ മ്യൂസിയം ആണോ ചുറ്റി കാണിക്കാനെന്നൊക്കെ വർഷ ചോദിക്കുമ്പോൾ നീ ഒന്ന് പതിയെ പറയും, അവളത് കേൾക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നീതു ആണെന്നുണ്ടെങ്കിൽ ശ്രീകാന്ത് എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. 1 മിനിറ്റ് നീ ഇരിക്കുന്നു പറഞ്ഞ് വർഷ അവിടെ ഇരുത്തിയിട്ട് പോയിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നൊക്കെയാണ്. അത് കഴിഞ്ഞ ശേഷം ശ്രീകാന്തിന്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും ശ്രീകാന്തിന് നല്ല ഫുഡ് നോളജ് ഉണ്ട് എന്ന്, അല്ലാതെ എനിക്ക് ഷെഫായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ എന്ന് ശ്രീകാന്ത് തിരികെ ചോദിക്കുന്നുണ്ട്. ശ്രീകാന്തുമായിട്ട് സംസാരിച്ചതിന് ശേഷം എനിക്ക് ഒരുപാട് ഐഡിയാസ് ഒക്കെ തോന്നുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും കൂടി കൊളാബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഗൈസ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ബാക്കിയുള്ള സ്റ്റാഫ് എല്ലാം കൂടി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവരുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ബോസ് ആണ് എന്ന് കരുതിയിട്ട് നിങ്ങൾ എന്നെ ബോസ് ആയിട്ടൊന്നും കാണണ്ട. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് മൂവ് ചെയ്യാം. പക്ഷെ വർക്കിന്റെ കാര്യത്തിലും അതുപോലെ പങ്ക്ച്വാലിറ്റി അത് എനിക്ക് മസ്റ്റ് ആയിട്ട് വേണ്ട കാര്യമാണ്. വീണ്ടും അത് തന്നെ പറയാൻ കേട്ടോ, നിങ്ങൾ എന്നെ ബോസായിട്ട് കണ്ട, പക്ഷെ ഞാൻ നിങ്ങളുടെ ബോസാണെന്ന്. ഇത് കേട്ട വർഷമാണെങ്കിൽ അവിടുന്ന് ഇതെന്താ പറഞ്ഞത് തന്നെ തിരിച്ചും മറിച്ചും പറയുന്നത്. ശരിക്കും ഒരു ലൂസ് ആണെന്നുള്ള കാര്യമാണ് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ വർക്ക് നോക്കിക്കൊള്ളാൻ വേണ്ടി പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങുമെന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് ശ്രീകാന്തിന്റെ നമ്പറൊക്കെ ചോദിക്കുന്നുണ്ട്. ശ്രീകാന്ത് നമ്പർ പറഞ്ഞു കൊടുക്കുമ്പോൾ ഹിന്ദിയിൽ സംസാരിക്കുന്നുണ്ട്. എനിക്ക് ഹിന്ദി അറിയില്ല എന്ന് ശ്രീകാന്ത് പറയുകയാണെ. നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുന്ന സമയത്ത് പിന്നെ എന്താണ് ചെയ്യുക,
അതിനെക്കുറിച്ച് നിങ്ങൾ വറുവാവണ്ട എന്ന് പറഞ്ഞിട്ട് വർഷ ഹിന്ദിയിലും അതുപോലെ ഇംഗ്ലീഷിലും കൂടി സംസാരിക്കുകയാണ്. അങ്ങനെ വർഷ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നീതു ചോദിക്കുന്നുണ്ട് ഇതാരാണെന്ന്. ഇത് എന്റെ വൈഫാണ്. ഓ, നിങ്ങൾ മാരീഡ് ആണ്. നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയില്ല കേട്ടോ, നിങ്ങൾ ഭയങ്കര യങ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നാളെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അവളുടെ സംസാര രീതി എല്ലാം കൂടി കണ്ടിട്ട് വർഷ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇവള് ശരിക്കും ബോസ് ആണോ അതോ ലൂസ് ആണോ എന്ന്. അവള് ബോസ് അല്ല എന്നുള്ള കാര്യം പറയുന്നു, എന്നാൽ എല്ലാവരുടെയും ബോസ് ആണെന്നും പറയുന്നു. മൊത്തത്തിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നുള്ള കാര്യം വർഷ അപ്പോഴേ സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ ശ്രീകാന്തിന്റെ അടുത്ത്. പിന്നെ ശ്രീകാന്ത് മാരീഡ് എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നിന്നെ നോക്കിയിട്ട് വിഷയ വേണ്ടത്, പക്ഷേ നിന്നെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നില്ല എന്ന് പറയുന്നു. അതിപ്പോ എന്ത് ചെയ്യാനാണ്, എന്നെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര യങ് ആയിട്ട് തോന്നും. ആര്, നീയോ? നിന്നെ കൊണ്ട് നന്നായിട്ട് ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ട് അവള് നിന്നെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ശരി, എന്തായാലും വാ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകാം, ഷോപ്പിംഗ് ഉണ്ടെന്നുള്ള കാര്യം വർഷ പറയാണ്. ഷോപ്പിംഗോ? അതിനൊന്നും സമയമില്ല, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. അതുപോരാത്തതിന് ഇപ്പൊ പുതിയ ബോസും വന്നിരിക്കുന്നു, നീ എന്തായാലും ഇരിക്കുക പറഞ്ഞിട്ട് വർഷയെ ഒരു മൈൻഡ് ചെയ്യാത്ത രീതിയിൽ ശ്രീകാന്ത് അങ്ങ് പോകുന്നത് പോലെ വർഷയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി അവള് കാരണം ശ്രീകാന്തിനും വർഷയുടെയും ഇടയിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് നമുക്ക് വഴിയെ വരുന്ന എപ്പിസോഡിൽ കാണാം കേട്ടോ.